സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൽ, ബാലകന്മാരെ ഭോഗമിതിലാപുരിക്കുന്ന കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോളയോധ്യയും പൊക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്ന് മിഥിലാപുരമകം ബുക്ക്. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാണം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം കൊണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർഭൻ കണ്ടു വന്നിച്ചീടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തീടിനൻ, വിശ്വസിച്ചാലും അവ വാക്യം നീ നരപതി. വീരനാം ദശരഥൻ തന്നുട പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനേനിതുകാലം. കാടകം ബുക്ക നേരം വന്നോരു നിശാചരി, കാടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നൻ. പീഡിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഞ്ചി കൊണ്ടകല്യതൻ പാപവും നശിപ്പിച്ചു പാവനയക്കീടിനൻ. പാരമീശ്വരനായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുട വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുട സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ. ചെന്നു നീ വരുത്തേണം ഈശ്വരനുട ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്ദേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ ഭരിച്ചു മുറിച്ചീടിൽ വല്ലഭരിവൻ മമ നന്ദനയ്ക്കുന്ന നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തുകൊണ്ടുവന്ന. കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുട പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചീടിനൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും പഠിക്കേണ്ട, കല്യാണം ഇത് മൂലം വന്നു വീടിയിടുമല്ലോ. മന്ദാസവം പൂണ്ടു രാഘവനതു കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ജാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തോ വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചോ ചിരശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൊത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം കൊണ്ട് ദേവദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസരികാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടം വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈതിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈതിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ
സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും കണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോത്പലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാത്മമാലയും ഇട്ടീടിനാൽ മാലയും ധരിച്ച് നീലോത്പല കാന്തി ചീടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനയ്ക്കരുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകപാലൻ തന്നെ കണ്ടവർകളും ആനന്ദാമുതി തന്നിൽ വീണുടൻ മുഴുകിനാർ വാനമവീരൻ വാഴ്കന്നാശിയും ചൊല്ലിയിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു തന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും ഇതിലാദിവൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയച്ചിത് വിശ്രമത്തോട് നടകൊണ്ടിത് ദൂതന്മാരും സാകേതപുരവക്ക് ഭൂപാലൻ തന്നെ കണ്ട് ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കി ചന്ദനൻ താനും ഇനി സന്ദേഹമില്ല ഉറപ്പെടുകെന്നുരചീതും അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധരിതാനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി പരശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്ന് വന്ദനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാത്യാദികളാൽ അർച്ചിച്ചു യഥാവിധി